ഗൗരി, എന്തുപറ്റി ഗൗരി? എന്നെ കണ്ടപ്പോ ഗൗരിക്ക് ടെൻഷനായോ? ഗൗരിയെ കുറ്റം പറയുന്നില്ല. ഒരു പ്രത്യേക അവസ്ഥയിൽ ഞാനിവിടെ വന്നതല്ലേ. നിങ്ങളൊന്ന് വല്ലാതെ പേടിച്ചു. എനിക്ക് ഭ്രാന്താണോന്നും സംശയിച്ചു. അതിന്റെ ഒരു പേടി ഇപ്പോഴും കാണും അല്ലേ? എന്താ നന്ദ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഓരോ അവസ്ഥയിലും നമ്മൾ ഓരോ രീതിയിൽ പ്രതികരിക്കില്ലേ? ഇവിടെ മുരളേട്ടന് ജോലിയില്ലാതിരുന്നപ്പോ അധികം ഒന്നും സംസാരിക്കാതെ അടച്ചിരിപ്പായിരുന്നില്ലേ? ഞാനും പേടിച്ചുപോയി. വിഷമങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും നന്ദ. താങ്ക് യു ഗൗരി. ആ ആന്റി എവിടെ? അമ്മ ചന്ദ്രത്ത് പോയിരിക്കുക പ്രഭാന്റിയെ കാണാൻ വേണ്ടി. മുരളേട്ടൻ എത്തിയിട്ടില്ല. ഞാൻ നന്ദന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. മുരളി വന്നോട്ടെ. മുരളിയെ വിളിച്ചിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വരും. ഞാൻ മുരളി കാണാൻ വന്നയാ. അവനോട് സമാധാനമായിട്ട് സംസാരിച്ചിട്ട് കുറേ ദിവസങ്ങളായി. അതിന്റെ ഒരു പ്രയാസം മുരളേട്ടനുണ്ട്. എനിക്കറിയാം. അവൻ വരട്ടെ. മനസ്സ് തുറന്ന് സംസാരിക്കണം. അല്ല നന്ദ, ആ ഋഷിയെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റിയോ? എന്താ? അല്ല, ആ ഋഷിയെ അവൻ എവിടെയാണെന്ന് എന്തെങ്കിലും സൂചന കിട്ടിയോ? എനിക്കറിയില്ല ഗൗരി. അയ്യോ, നന്ദൻ വിഷമിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. എനിക്കറിയാം, അവനും നന്ദനുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ. ഇവിടെ അമ്മ പറയുന്നത് ആ ഋഷിയെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതായിരിക്കും എന്നാ. ഒന്ന് നിർത്ത് ഗൗരി. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അല്ല, ഞാൻ വെറുതെ ഓരോന്ന് ചോദിക്കുന്നത് എന്തിനാ? ശരി. എന്താടാ, എന്താ പ്രശ്നം? എന്തു പറ്റി? സോറി നന്ദ, ഞാൻ ഓർക്കാതെ ഋഷിയെക്കുറിച്ച് ചോദിച്ചു പോയി. ഞാൻ അങ്ങോട്ടാ സോറി ചോദിക്കണ്ടേ. പെട്ടെന്നങ്ങ് നിയന്ത്രണം വിട്ടുപോയി. സോറി. അപ്പൊ ഗൗരിയും സോറി ചോദിച്ചു, നന്ദനും സോറി ചോദിച്ചു. സോറിയും കൂടി കോംപ്ലിമെന്റ്സ് ആയല്ലോ. പിന്നല്ലാതെ. ഞാൻ ദേവികയോട് പറഞ്ഞിരുന്നു നന്ദൻ ഇവിടെ വരുമെന്നും ഞാൻ അവനെ കാണുമെന്നും. പിന്നെ ആ കെവിനും ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ആള് നല്ല കക്ഷിയാ. എങ്ങനെ? ഒറ്റയടിക്ക് പ്ലേറ്റ് മാറ്റിയല്ലേ? നന്ദനിപ്പൊ കെവിൻ മതിയെന്ന് കുശുമ്പ് പറഞ്ഞ ആളായത്. അടിക്കടി ഞങ്ങൾ അങ്ങനെ പലതും പറയും അല്ലടാ. പിന്നല്ലാതെ. അത് ശരി. അപ്പൊ ഞാൻ ഔട്ടായല്ലേ? നമ്മളൊക്കെ ഒറ്റ കുടുംബമല്ലേ, എല്ലാരും ഇന്ന. അപ്പോ ഔട്ടാവേണ്ട കാര്യമില്ല. ഞാൻ എന്നാലേ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. കുടിക്കാൻ മാത്രം പോരാ, കഴിക്കാനും വേണം. കാര്യമായിട്ട് തന്നെ വേണം. പിന്നല്ലാതെ. നീ പെട്ടെന്നൊന്ന് റെഡിയാക്ക്. ഞങ്ങള് പുറത്തുള്ള കാറ്റും കൊണ്ട് കൊച്ചു വർത്താനം പറഞ്ഞിട്ട് വരാം. ഓക്കെ, ശരി. ഇന്ന് നല്ല കപ്പയും മുളക് ചതച്ചതും കട്ടനും ആക്കാം. എന്താ, ഓക്കെ അല്ലേ? അടിപൊളി. അത് മതി.